മറക്കാനാത്തൊരു പ്രപ്പോസൽ ഉണ്ടോ? അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും വിഷമത്തോടെ? വിഷമല്ല മോളെ, എടങ്ങേറ് എന്നൊക്കെ പറഞ്ഞാല് തോന്നുന്നൊക്കെ. എന്തൊക്കെയായിരുന്നു? ഒരാള് മൂപ്പര് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ത്രൂ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോയി. അപ്പൊ അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്, ഈ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക, ഒന്നുമില്ല, അവൻ അത്ര ജെന്യുവൻലി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കും ഫൈൻ, അങ്ങനെയാണ്. എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന ടൈമാണ്, വെറുതെ സംസാരിച്ച് നോക്കാമല്ലോ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാമല്ലോ. അതെ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ മൂപ്പര് ഭയങ്കര, എനിക്ക് ഫാത്തിനെ ഭയങ്കര ഇഷ്ടം, ഫാത്തി എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ അങ്ങനെ ആരും ഫാത്തി എന്നൊന്നും അല്ലെങ്കിൽ പിന്നെ ബീവി എന്നാ വിളിക്കുന്നത്. ഫാത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഫാത്തിനെ കുറിച്ച് എല്ലാം അറിയാം, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പം എനിക്ക് ഈ ക്രിഞ്ച് വർത്താനം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല, എൻ്റെ ടൈപ്പ് അല്ല. മനസ്സിലായി. അപ്പം ഞാൻ ഫവാസിൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നോ, ഇതെനിക്ക് ശരിയാവില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് എൻ്റെ നമ്പർ കിട്ടി കഴിഞ്ഞല്ലോ. അങ്ങനെ മൂപ്പര് എവിടെയോ ദുബായിൽ എവിടെയോ പോയി. ദുബായിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ നെറ്റ് കോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ ഇവർക്ക് വേറെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറ്റും. വേറെ വേറെ നമ്പറിൽ നിന്ന് അങ്ങ് വിളിക്കാൻ തുടങ്ങി. എടങ്ങേറാക്കിയിട്ട് റബ്ബേ, 2 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഈ വരുന്ന നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും. 2 കൊല്ലം കഴിഞ്ഞപ്പം ഞാൻ ഉമ്മൻ്റെ അടുത്തും ഉപ്പൻ്റെ അടുത്തൊക്കെ പറയാൻ തുടങ്ങി, അമ്മ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കര ഇടങ്ങാറാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നൊക്കെ. ഇതിൻ്റെ അടുക്ക് ഇയാൾ എൻ്റെ ഷോപ്പിലേക്ക് വിളിക്കും, എനിക്ക് ബുട്ടീക്ക് ഉണ്ട്. ആ ബുട്ടീക്കിലേക്ക് വിളിച്ചിട്ട് കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ എനിക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരണം, അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി എന്ന്. ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല എമൗണ്ടിൻ്റെ എന്തോ ഒരു ഡിസൈനർ ഡ്രസ്സാണ്. എന്നിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതൊന്ന് ബീവിക്ക് കൊടുക്കണേ. ഞാൻ ഇന്നേ വരെ ആ ബുട്ടീക്ക് ഡ്രസ്സ് തൊട്ടിട്ടില്ല, അതങ്ങനെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ കത്തുകൾ അയക്കുക, കത്തുകൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മനുഷ്യൻ. ഞാൻ എത്ര ചീത്ത പറഞ്ഞു, എത്ര തെറി വിളിച്ചിട്ടുണ്ട് അറിയോ, ഒന്ന് വെറുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അയാൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നട്ടെ, അങ്ങനെ പോട്ടെ വിചാരിച്ചു. ഒന്നുമില്ല, അയാൾക്കൊന്നും നടക്കൂല. എന്നിട്ട് ഞാൻ ഇവൻ്റെ ഉമ്മനെ, ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഓർക്കൊക്കെ എന്നെ കുറിച്ച് നല്ലപോലെ അറിയാം, ഇവൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവന് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, എന്നിട്ട് ഇവൻ ആർക്കും സമ്മതിക്കുന്നില്ല, ലൈക്ക് പോയി പെണ്ണ് കാണാനൊന്നും. ഒക്കെ ഞാൻ കാരണമാണ്, ഞാനാ അവിടെ കുറ്റക്കാരി, വാദിപ്രതിയായി, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ്. ഞങ്ങളൊരു ദിവസം കൊടൈക്കനാൽ ട്രിപ്പ് പോയി. ആ ടൈമിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളാരോ അപ്പുറത്തുനിന്ന് താത്താ ഓടിക്കോ ഓടിക്കോ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്താ മനസ്സിലാവാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കാട്ടികള്, വലിയ കാട്ടികൾ ഓടി വരും നമ്മളെ കുത്താൻ വേണ്ടി. കാട്ടികൾ മീൻസ് കാട്ടുപോത്ത് കുത്താൻ വരുന്നുണ്ട്. എന്തായിരുന്നു കാട്ടി, അങ്ങനെ ഉമ്മ പറഞ്ഞു തന്നെ, കുത്താൻ വരിക. അപ്പൊ ഞമ്മളൊക്കെ ഓടുന്ന തിരക്കില്ല. അന്നപ്പോ ഇവന്റെ കോളാ വരുന്നത്. ഏത് കോളാ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓടുന്നുണ്ട്, ഓടുന്നതിൻ്റെ ഇടയിൽ ഫോൺ എന്തോ ഇതിൽ ഞാൻ എടുക്കും ചെയ്ത്, ഫാത്തി ഫാത്തി ഇതാ ഞാൻ കേൾക്കുന്നേ, ഈ ചെങ്ങായ. അപ്പൊ ഇപ്പോഴും 2.5 years ആയി, മൂപ്പര് ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞും കണ്ടൊക്കെ വിളിക്കും. രാത്രിയൊക്കെ എന്തൊക്കെയോ നിന്റെ ഇടയിൽ ഞാൻ കോൾ ഇങ്ങനെ എടുക്കും, ഫാത്തി ഫാത്തി ഇതാ. അപ്പൊ എനിക്ക് ആദ്യം ഫാത്തി കേൾക്കുമ്പോഴേ മനസ്സിലാവും ആ നമ്പർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എത്രയോ നമ്പർ ബ്ലോക്ക് ചെയ്ത് അവസാനം ഞാനൊരു ദിവസം ഉപ്പന്റെ കയ്യിൽ വിളിച്ചു കൊടുത്ത്. എന്റെ ഉപ്പ പറഞ്ഞാൽ ഭയങ്കര പാവം, ലൈക്ക് എപ്പോഴും ഭയങ്കര കുലീനായിട്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യൻ. അപ്പൊ ഞാൻ ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര എടങ്ങേറാക്കുന്ന ഒരാളാണ്, ഇപ്പൊ ഒന്ന് വിളിച്ച് ഡീൽ ചെയ്യണം, ഒന്ന് ദേഷ്യം പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഉപ്പന്റെ കയ്യിൽ വിളിച്ചു കൊടുത്ത്. ഉപ്പ വിളിച്ചും കണ്ടിട്ട് മൂപ്പരിങ്ങനെ ഉപ്പച്ചീന്ന് വിളിച്ചപ്പോഴേക്കും മോനെ. ഞാനിങ്ങനെ അതിനാണോ ഞാൻ ഉപ്പൻ്റെ തന്ന്. അപ്പൊ ഞാനില്ലേ മോൻ എന്റെ നമ്പർ തരാം, മോൻ ഇന്ത്യയിലേക്ക് വിളിച്ചോട്ടോ. ഉപ്പച്ചി. പിന്നെ ഓല് തമ്മിൽ സംസാരിക്കും. ഉപ്പ അങ്ങനെ ഓരോടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓൻ വിളിക്കുമ്പോ മോനെ ഞാൻ ഓളെടുത്ത് പറഞ്ഞു മോനെ, ഇങ്ങനെയൊക്കെ ഉപ്പ സംസാരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞു,
ഇമ്മ ഇങ്ങനെ ഉപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നതിന് ഇമ്മ സംസാരിക്കും. അപ്പൊ ഉമ്മ അടക്ക്, ഞാൻ ശരിയാക്കി തരാം, ആ നമ്പർ ഇങ്ങോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അടുത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഉമ്മനെ ഉമ്മച്ചിയെ അപ്പൊ ഉമ്മ ആ മോനെ അവൻ അത്രേ അങ്ങനെ അവൻ സംസാരിക്കുന്നതും. അപ്പൊ തിരിച്ചു ഇവലിങ്ങനെ ഫയർ ആവണം വിചാരിച്ച് റെസ്പോണ്ട് ചെയ്യണം വിചാരിച്ചാലും ഇവൾക്ക് നടക്കണില്ല. ആ മോനെ ഞാനും ഓളോട് കൊറേ പറഞ്ഞു, ഓള് കേൾക്കുന്നില്ല. അങ്ങനൊക്കെ ഒരു കഥ. അപ്പൊ ഈ എൻഗേജ്മെന്റ് നടന്നപ്പോ എന്തായിരുന്നു ആളുടെ റിയാക്ഷൻ? ഇത്രയധികം പിന്നെ അയാളെ വിവരമൊന്നും ഉണ്ടായിട്ടില്ല.